ഞാൻ വെല്ലുവിളിക്കുന്നു. ഷാഫിഈ മദ്ഹബ് പിൻപറ്റുന്നവർ എന്ന് പറയുന്നവർ, ഷാഫിഈ ഇമാം ഏതെങ്കിലും ഒരു കെട്ടിയുയർത്തിയ ജാറത്തിന് മുൻപിൽ നിങ്ങൾ ഇവിടെ ചെയ്തു കൂട്ടുന്ന ആചാരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തു എന്ന് നിങ്ങൾ തെളിയിച്ചാൽ, ജാറം കെട്ടിപ്പൊക്കുകയോ മക്ബറ കെട്ടിപ്പൊക്കുകയോ അവിടെ നിലവിളക്ക് കൊളുത്തുകയോ ജാറം മൂടുകയോ അത് തവാഫ് ചെയ്യുകയോ അതിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുകയോ അതിൽ കിടക്കുന്നവരോട് ദുആ ചെയ്യുകയോ ഇസ്തിഗാസ നടത്തുകയോ ചെയ്തത് നിങ്ങൾ തെളിയിക്കണം. വെല്ലുവിളിയാണ്. ഇലാ യൗമിൽ ഖിയാമ നിങ്ങൾക്ക് സാധിക്കൂല. എല്ലാവരും തപ്പിയാലും കിട്ടൂല. ഷാഫിഈ ഇമാമ് മാത്രമല്ല, ഒരു ഇമാമിന്റെ അടുത്തും കിട്ടൂല. അബൂ ഹനീഫ, മാലിക് ഇബ്നു അനസ്, മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ, അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിം അജ്മഈൻ ഇമാമിങ്ങൾ, ഞങ്ങളുടെ ഇമാമിങ്ങളാണ് അവർ. അസ്സലാമു അലൈക്കും. ഇവിടെ അബ്ദുൽ മുഹ്സിൻ ഐദീദിന്റെ ഈ വെല്ലുവിളി സ്വീകരിക്കാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരിക എന്ന് നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ഇന്ന് ഈ വീഡിയോ വീണ്ടും എടുക്കുവാൻ കാര്യം, അദ്ദേഹം അതിൽ പറയുന്ന ഷാഫിഈ മദ്ഹബുകാരാണെന്ന് അവകാശപ്പെടുന്ന ആളുകളോടാണ് ചോദിക്കുന്നത്. ഷാഫിഈ മദ്ഹബുകാര് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകള്, ഇന്ന് എനിക്കൊരു കോള് വന്നിരുന്നു. ആ കോള് മദ്ഹബ് എന്നുള്ള ആ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു ചോദ്യമായിരുന്നു. അതിൽ അദ്ദേഹം ചോദിച്ചത് മദ്ഹബില് വിശ്വസിക്കൽ നിർബന്ധമുണ്ടോ എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, മദ്ഹബിൽ വിശ്വസിക്കുക എന്ന ഒരു നാലാലൊരു മദ്ഹബില് വിശ്വസിക്കുക എന്ന ഒരു കാര്യം ഇസ്ലാമില് അങ്ങനെ ഒന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു മദ്ഹബിന്റെ വക്താവായിട്ട് ജീവിക്കേണ്ട ആവശ്യവും മുസ്ലിങ്ങൾക്കില്ല. മദ്ഹബിന്റെ ഇമാമിങ്ങൾ പറഞ്ഞത് അത് ഖുർആനിനും സ്വഹീഹായ ഹദീസിനും വിരുദ്ധമല്ലാത്ത കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാം. അത് വിരുദ്ധമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ അതിന് മാനദണ്ഡാക്കുന്നത് എന്താണ്? പരിശുദ്ധ ഖുർആനാണ്, സ്വഹീഹ ഹദീസാണ്. അപ്പൊ നമ്മൾ സ്വീകരിക്കേണ്ടത് പരിശുദ്ധ ഖുർആനാണ്, സ്വഹീഹായ ഹദീസാണ്, മദ്ഹബല്ല. മദ്ഹബിന്റെ ഇമാമിങ്ങൾ നമ്മൾ തള്ളൊന്നും വേണ്ട. അവര് ഈ കാര്യത്തില് നിരൂപണം നടത്തുവാനും പഠനം നടത്തുവാനും ഒക്കെ വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ച മഹാരഥന്മാരായ പണ്ഡിതന്മാരായിരുന്നു, സംശയമൊന്നുമില്ല. എന്നാല് ഞാന് ഷാഫി മദ്ഹബുകാരനാണ്. എന്റെ ഇമാമുന ഷാഫി മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി എന്ന് പറയുന്ന ഫിഖിന്റെ ഇമാമായ ഇമാം ഷാഫിയാണ് എന്ന് പറയുന്ന ആളുകള് ഓൻ മരിച്ചു കഴിഞ്ഞാല് ഓനെ കൊണ്ടുപോയിട്ട് ആറടി ഖബറിന്റെ അടിയിൽ വെച്ച് മൂടലും വെച്ചിട്ട് മണ്ണിട്ട് മൂടിയിട്ട് പിന്നുണ്ട് ഇവരുടെ വിശ്വാസപ്രകാരം ഇവരുടെ ആളുകൾ കേട്ടോ, അവിടുത്തെ കാലിയേര് വന്നുകൊണ്ട് ഖത്തീബ് വന്നുകൊണ്ട് അവിടെ കുത്തിയിരുന്നിട്ട് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. മൻ റബ്ബുക, ആരാണ് എന്റെ റബ്ബ് എന്ന് ചോദിക്കും. അപ്പജി അള്ളാഹു റബ്ബി എന്ന് പറയണം. മൻ നബിയുക, ആരാണ് എന്റെ നബി എന്ന് ചോദിക്കും. അപ്പജി പറയണം മുഹമ്മദ് നബിയാണെന്ന് പറയണം. മൻ ദീനുക, എന്റെ ദീൻ ഏതാണെന്ന് ചോദിക്കും. അപ്പൊ ഇസ്ലാമു ദീൻ എന്ന് പറയണം. മൻ ഇമാമുക, എന്റെ ഇമാം ആരാണെന്ന് ചോദിക്കും. അപ്പൊ മൗലിയര് പറഞ്ഞു കൊടുക്കുന്നത് ഷാഫി ഇമാമാണെന്ന് പറയണം എന്നല്ല, അല്ലെങ്കിൽ നാലാലൊന്നിലത്തെ ഹനഫി ഇമാമോ അബു ഹനീഫ ഇമാമോ അല്ലെങ്കിൽ അഹ്മദ് ബിൻ ഹംബലോ അതും അല്ലെങ്കിൽ മാലിക് ഇമാമോ ഒന്നും ആണെന്നല്ല പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? ഖുർആനാണ് എന്റെ ഇമാമെന്ന് ഖബറിൽ പോയിട്ട് പറയണമെന്ന്. ഈ ഭൂമിയിലൂടെ ജീവിച്ച കാലത്ത് അത്രയും ഇവർ അന്ധമായിട്ട് തക്ലീദ് ചെയ്തിട്ട് ഞാൻ ഷാഫി മദ്ഹബുകാരനാണ്, എന്റെ ഇമാമ് ഷാഫിയാണ്, ഞാൻ ഹനഫി മദ്ഹബുകാരനാണ്, എന്റെ ഇമാമ് ഹനഫിയാണെന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളുകള് ഖബറിന്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാല് എന്റെ ഇമാമ് ഖുർആനാണെന്ന് പറയണമെന്നാണ് ഈ പോയത്തക്കാര് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ നമ്മളൊരു മദ്ഹബ് സ്വീകരിക്കുക എന്നുള്ളത് ഒരു അടിസ്ഥാനമല്ല അതിന്. ഇനി പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമുണ്ട്. ആരും ശ്രദ്ധിക്കാതെ പോകുന്ന, അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ഉംറയ്ക്കൊക്കെ പോകുമ്പോ ഹജ്ജിനൊക്കെ പോകുമ്പോ അവിടെ മദ്ഹബ് മാറൽ എന്നൊരു ചടങ്ങുണ്ട്. അതൊരു ചടങ്ങും അല്ല, ഒരു സംഭവമല്ല, അങ്ങനെ ഒരു സംഭവമേ അല്ല. എന്നാൽ ഇവിടെ നിന്നും ഹജ്ജിനോ ഉംറയ്ക്കോ പോകുന്ന ആളുകള് ഈ ഹറമിൽ പോയി കഴിഞ്ഞാല് സ്ത്രീകള് നടക്കുന്ന ആ വഴി കൂടി തന്നെയാണ് നമ്മൾ നടക്കുക. നിസ്കരിക്കുമ്പോൾ മാത്രം ഒരു പ്രത്യേക ഏരിയ അവർക്ക് ഉണ്ടാകും. എന്നാൽ തവാഫിനോ സഹീനോ ഒക്കെ നമ്മൾ നടക്കുന്നിടത്ത് കൂടെയൊക്കെ തന്നെ ഓര് നടക്കുക. ഇനിയിപ്പോ അവരുടെ കയ്യിന്റെ ഭാഗം അത് മറച്ചിട്ടുണ്ടാവില്ല, തുണിയൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ സോക്സ് ഒന്നും ഉണ്ടാവില്ല. അത് നമ്മുടെ കയ്യിൽ തട്ടിയാല് ഒതു മുറിയുന്നാണല്ലോ ഇപ്പൊ ഇവരുടെയൊക്കെ വാദപ്രകാരം. ഭാര്യയുടെ കൈ തട്ടിയാൽ പോലും ഒതു മുറിയുന്നാണല്ലോ. എന്നാൽ ഹനഫി മദ്ഹബ് പ്രകാരം സ്ത്രീകളുടെ ശരീരത്തിൽ നമ്മളുടെ ശരീരം അറിയാതെ തട്ടിയാല് അത് വിഷയമൊന്നുമല്ല, നോമ്പ് മുറിയില്ല. അത് വേണമെന്ന് വെച്ചിട്ട് തട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഒതു മുറി തന്നെ ചെയ്യും.
അത് മറ്റൊരു കാര്യം. അപ്പൊ ഇവരുടെ ഹജ്ജും ഉംറയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്ത്രീകളുടെ ശരീരം നമ്മുടെ ശരീരത്തിൽ തട്ടിയാൽ ഒതു മുറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മദ്ഹബ് മാറും. ഒതു എടുക്കുമ്പോ ഞാൻ ഹനഫി മദ്ഹബ് പ്രകാരം ഒതു എടുക്കണോ എന്ന് ആ ഒരു രൂപത്തിൽ അവർ പറയും. അവർക്ക് അങ്ങനെ ഒരു ക്ലാസ് കൊടുക്കാറുണ്ട്. ഇനി ഇങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും വരണ്ട. നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ കേട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ഞാൻ ആദ്യമായിട്ട് ഉംറയ്ക്ക് പോകുന്നത് റിയാദിലെ ബത്ത എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുള്ള ഒരു ഉംറ സർവീസിന്റെ കൂടെയാണ്. ആ ഉംറ സർവീസുകാര് അത് ഒരു AP വിഭാഗം ആയിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മള് ഒരു വിസിറ്റിംഗ് കാർഡ് കണ്ടു, അതില് വിളിച്ച് ഡേറ്റ് ചോദിച്ചു. അപ്പൊ അവർ പോകുന്ന ഡേറ്റ് പറഞ്ഞു, അവർ എത്തേണ്ട സ്ഥലവും പറഞ്ഞു. നമ്മളവിടെ കറക്റ്റ് ദിവസം പോയി അവരുടെ കൂടെ. നമുക്ക് യാത്ര ചെയ്യാനൊരു ഒരു സംവിധാനം വേണം, ബസ് വേണം, അത്രേ ഉള്ളൂ. ഒറ്റയ്ക്ക് ബസ്സിൽ പോയി കഴിഞ്ഞാല് മദീനത്ത് പോയി പിന്നെ മദീനത്ത് നിന്ന് മക്കത്തേക്ക് അതിന്റെ ഇടയിൽ മീക്കാത്ത് ഇതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോ ഉംറ സർവീസുകാരപ്പാണ് ആദ്യത്തെ ഉംറയ്ക്ക് പോയത്. അന്ന് അവിടെ ആ ഉംറ സർവീസിന് കൊണ്ടുപോകുന്ന അതിലൊരു അമീർ ഉണ്ടാവും, ഒരു ഉസ്താദ്. അയാള് പറഞ്ഞ കുറേ കഥകളില് അന്ന് അയാള് മൈക്ക കൈ കിട്ടിയാൽ ആ മൈക്ക തിന്നു തീർക്കുന്ന സ്വഭാവം അത് പണ്ടേ ഇവർക്കുള്ളതാണ്. അങ്ങനെ ഇതിനിടയിൽ പല ക്ലാസ്സുകളും പല കാര്യങ്ങളും പറഞ്ഞിരുന്നു ഈ ബസ് യാത്രക്കിടയിൽ. അതില് അവിടെ എത്താനായപ്പോ പറഞ്ഞ ഒരു കാര്യമാണ് നിങ്ങൾ ഹനഫി മദ്ഹബ് പ്രകാരം ഒദു ചെയ്യണം എന്നുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവർക്ക് എവിടുന്നാ കിട്ടിയെന്നുള്ളത് ഇവർക്ക് തന്നെ അറിയില്ല. ഷാഫി ഇമാം എന്തായാലും അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലൊന്നും ഈ ഒരു കാര്യം മദ്ഹബ് മാറൽ പരിപാടി, മദ്ഹബ് എക്സ്ചേഞ്ച്, ഉംറ ചെയ്യുമ്പോ മദ്ഹബ് ഹനഫിക്ക് മാറുക, ഉംറ കഴിഞ്ഞാൽ പിന്നെ ഷാഫിക്ക് തന്നെ വരിക, എക്സ്ചേഞ്ച് പരിപാടിയാണ്. അപ്പൊ മദ്ഹബ് എക്സ്ചേഞ്ച് അങ്ങനെ സംഭവമില്ല, പഠിപ്പിച്ചിട്ടില്ല. പിന്നെ ഹനഫി മദ്ഹബ് സ്വീകരിക്കുന്ന ആള് ഷാഫി ഇമാമിന്റെ പല കൗലുകളും പല നിരൂപണങ്ങളും തള്ളേണ്ടി വരും. അതുപോലെ തന്നെ ഷാഫി ഇമാമിന്റെ മദ്ഹബ് സ്വീകരിക്കുന്ന ആള് മറ്റു ഇമാമുമാരുടെ പല കൗലുകളും തള്ളേണ്ടി വരും. ഇപ്പോ ചുരുക്കം പറഞ്ഞാല് ഒരു ഇമാമ് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ ആ അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തിയതിന് ശേഷം പിന്നീട് അവരുടെ ഗ്രന്ഥത്തിൽ അവർ ചേർക്കുന്ന ഒരു ഭാഗമുണ്ട്. എന്റെ അഭിപ്രായത്തിന് മുകളിലായിക്കൊണ്ട് ഒരു സ്വഹീഹായ ഹദീസ് വന്നാൽ അതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളത് എല്ലാ ഇമാമുമാരും അവരുടെ ഗ്രന്ഥങ്ങളിൽ ബയാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നോക്കാനുള്ളത് ഈ സ്വഹീഹായ ഹദീസ് വന്നിട്ടും ഇവര് ആ കൗല് അല്ലെങ്കിൽ അവർ പറഞ്ഞു വെച്ച ആ കാര്യം അത് പിൻപറ്റുന്നുണ്ടോ അതോ തള്ളിയിട്ടുണ്ടോ നോക്കാം. നമുക്ക് ഹനഫിയാക്കള് നമസ്കാരത്തില് ഫാത്തിഹ ഇമാമ് ഫാത്തിഹ ഓതുന്ന സമയത്ത് വലദ്ദാലീൻ എന്ന് പറഞ്ഞാല് മൗമൂമിങ്ങള് ആമീൻ എന്ന് ഉറക്ക പറയില്ല. അതെന്താണ്? ഹനഫി മദ്ഹബ് പ്രകാരം അങ്ങനെ പറയണ്ട എന്നുള്ളതാണ്. എന്നാൽ ഇമാം അബു ഹനീഫ റഹിമഹുല്ല പറഞ്ഞിട്ടുള്ളത് ഒരു സ്വഹീഹായ ഹദീസ് വന്നാൽ നിങ്ങൾ അത് എടുക്കണമെന്നാണ്. ഈ വിഷയത്തിൽ സ്വഹീഹായ ഹദീസ് നിലവിലുണ്ട്. ചില ആളുകൾക്ക് വലദ്ദാലീൻ എന്ന് പറയുന്നത് അത് ഭയങ്കര വെറുക്കപ്പെട്ടാണ്. നിങ്ങൾ ആമീൻ എന്ന് ഉറക്ക പറയണമെന്നാണ് റസൂലുള്ള പഠിപ്പിച്ചിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. ഹദീസ് ഉണ്ട്. അപ്പോ ഇമാം ഷാഫിക്ക് ആ ഹദീസ് കിട്ടി. അതുകൊണ്ട് എന്തായി, ഷാഫിയാക്കളൊക്കെ ആമീൻ എന്ന് ഉറക്ക പറയും, ഇവരോ അവർ പറയില്ല. അപ്പൊ അവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഇമാം അബൂ ഹനീഫനെ തള്ളിയിരിക്കണത്. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാന്റെ അഭിപ്രായ പ്രകാരം ആമീൻ എന്ന് ഉറക്ക പറയേണ്ടതില്ല എന്നുള്ള ഇത് എഴുതി വെച്ചിട്ട് മൂപ്പര് യാത്രയായി. അതിനുശേഷം സ്വഹിയായ ഹദീസ് വന്നിട്ടും ഹനഫിയാക്കള് അത് എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഷാഫിയാക്കളുടെ കഥ. അവരുടെ പല കാര്യങ്ങളും പല വിഷയങ്ങളും പിന്നീട് ഇമാം നവവിയുടെ ഒക്കെ കാലത്ത് പല കാര്യങ്ങളും പിന്നീട് ഇതിൽ മാറ്റങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇതിന്റെ വൈരുദ്ധ്യങ്ങൾ കുറെ ഉണ്ട് പറയാൻ, അതിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ അന്ധമായിട്ടൊരു ഇമാമിനെ തക്ലീദ് ചെയ്യുകയും ചെയ്യരുത്, ഒരു അന്തം കുന്തം ഇല്ലാണ്ട് ഇമാമിങ്ങളെ തള്ളുകയും ചെയ്യരുത്. നമ്മൾ ഇമാമിങ്ങളെയൊക്കെ പഠിക്കാം, എൽമിന്റെ ഭാഗമായിട്ട് അവർ പഠനം നടത്തിയ കാര്യങ്ങളൊക്കെ പഠിക്കാം. അവർക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഹദീസ് ഇന്ന് നിലവില് പഠിക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇന്ന് നമുക്ക് കിട്ടും. അങ്ങനെ പറയുമ്പോൾ 10 ലക്ഷം ഹദീസ് മനപ്പാടുള്ള ആളായിരുന്നു ഇമാം ഷാഫി എന്നൊക്കെ പച്ച നുണ പറയലുണ്ട്. 10 ലക്ഷം ഹദീസ് ഇല്ല. ഇന്ന് എല്ലാ ഹദീസുകളും കൂടി കൂട്ടി നോക്കിയാൽ 1 ലക്ഷം ഉണ്ടോ? ഇല്ല. 50,000 തികയോ? അവിടെയാണ് ഈ 10 ലക്ഷം ഹദീസ് മനപ്പാടെന്നൊക്കെ പറഞ്ഞിരുന്നത്. ഇമാം ഷാഫി റഹിമഹുല്ലാനേക്കാൾ കൂടുതൽ ഇമാം ഷാഫി റഹിമഹുല്ല കാണാത്ത ഹദീസ് നമ്മൾ കാണുന്നില്ലേ? സുബ്ഹി ബാങ്ക് കൊടുക്കുമ്പോൾ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയേണ്ടതില്ല എന്നുള്ളതാണ് ഷാഫി ഇമാമ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അത് പറയൽ സുന്നത്താണ് എന്നുള്ള ഹദീസ് വന്നു. ഷാഫിയാക്കള് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജുമാ നമസ്കാരത്തില് ഒരു ബാങ്കാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് ഷാഫി ഇമാമ് പറഞ്ഞിട്ടുള്ളത്.
ഷാഫിയാക്കൾ എന്ത് ചെയ്യണു? ഒരു ബാങ്കല്ല 2 ബാങ്ക് എടുക്കുന്നുണ്ട്. ഓലിക്ക് ഒരു ബാങ്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കുത്തുബ തുടങ്ങുന്ന സമയത്ത് വേറൊരു ബാങ്കുണ്ട്, 2 ബാങ്ക് എടുക്കുന്നുണ്ട്. എന്നാൽ അവരുടെ മദ്ഹബിന്റെ ഇമാമായ അവരുടെ ഇമാമ് പറയാണ്, എനിക്ക് അള്ളാന്റെ റസൂലിന്റെ കാലത്ത് ഒരു ബാങ്കാണ് ഇഷ്ടം എന്ന്. അപ്പൊ പ്രിയമുള്ളവരെ, മദ്ഹബ് എന്നുള്ള ആ ഒരു കാര്യം അതൊക്കെ പിന്നീട് ഈ പൗരോഹിത്യം ഇവിടെ കൊണ്ടുവന്നതാണ്. നമ്മള് ഇമാമുമാരെയൊക്കെ പഠിക്കണം, എന്നാൽ ഓല അന്ധമായിട്ട് സ്വീകരിക്കേണ്ടതില്ല. അവരെ സ്വീകരിക്കുന്നത് പരിശുദ്ധ ഖുർആനും സ്വഹിയായ ഹദീസിനും അടിസ്ഥാനമാക്കി തന്നെയായിരിക്കണം. ഇൻഷാ അല്ലാഹ് ഇവിടെ നമ്മൾ തുടക്കത്തിൽ കാണിച്ച ആ വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മോഹ്സിൻ ഐദീദിന്റെ അടുത്തേക്ക് നടന്നോളിയും എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി അബ്ദുൽ മോഹ്സിൻ ഐദീദ് ഈ വീഡിയോയിൽ തന്നെ ചെറിയൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അതുകൂടി ഇതിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്. കാണുക, മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതുകൊണ്ട് പഠിക്കുന്ന മുതഅല്ലിമീങ്ങളോടും പഠിപ്പിച്ചു കൊടുക്കുന്ന മുദരിസീങ്ങളോടും പറയട്ടെ, അള്ളാഹുവിൻ്റെ ദീൻ അള്ളാഹു സംരക്ഷിക്കുന്നതാണ്. അതിൽ നിങ്ങൾ എന്ത് കടത്തിക്കൂട്ടാൻ ശ്രമിച്ചാലും അതിന് സാധ്യമല്ലാത്ത വിധത്തിൽ അള്ളാഹു ഈ ദീനിനെ സംരക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കുറപ്പാണ്, വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വന്നിട്ടില്ലാത്ത അനാചാരങ്ങൾക്ക് നിങ്ങൾക്ക് എവിടെ നിന്നും തെളിവ് കൊണ്ടുവരാൻ സാധിക്കില്ല. ഇലാ യൗമിൽ ഖിയാമ.